ബിഗ് ബോസ് ഹൗസിലെ ഗാർഡൻ ഏരിയയിൽ ഇരുന്നു കൊണ്ട് സിബിൻ സായിയോട് പറയുന്നുണ്ട്, അർജുനെ ഒതുക്കുക എന്നുള്ള ടാസ്ക് ഇനി നമുക്ക് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കണം. നമ്മൾ നേരിട്ട് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ സായി പറയുന്നുണ്ട്, അത് ശരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. ജിൻഡോയ്ക്ക് ഇവിടെ ഏത് കളി വേണമെങ്കിലും കളിക്കാം, അതുകൊണ്ടാണ് ജിൻഡോ ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ജിൻഡോ ഇന്ന് ഒരു ലെറ്റർ കേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുനും ശ്രീതുവും തമ്മിൽ ലവ് ട്രാക്കാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആ ഗെയിം എക്സിക്യൂട്ട് ചെയ്യുന്നത് ബാത്റൂമിൽ വെച്ചിട്ടാണ്. ഒരു ടിഷ്യൂ പേപ്പറിൽ ഒന്നുകിൽ നെയിൽ പോളിഷ് അല്ലെങ്കിൽ ഐലൈനർ ഇതൊക്കെ വെച്ചിട്ട് അവരവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മെസ്സേജായിട്ട് എഴുതി വെക്കും. അതിനുശേഷം ആർക്കാണോ അത് വായിക്കേണ്ടത് അവർ അവിടെ ചെന്നിട്ട് അതെടുത്ത് വായിക്കും. അങ്ങനെയാണ് അവരുടെ ഗെയിം പ്ലാൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ജിൻഡോ ഒരു മോർണിംഗ് ടാസ്കിൽ പറയുകയുണ്ടായി. കള്ളം പറയേണ്ട ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു അത്. അപ്പോൾ ജിൻഡോ അത് കള്ളം എന്ന വ്യാജേന പറഞ്ഞു. ഒരുപക്ഷെ ജിൻഡോ ഇത് ആലോചിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയായിരിക്കാം. ഈ കഥ കേട്ടിട്ട് സിബിനും സായിയും പറയുന്നുണ്ട്, നമുക്കത് ഏറ്റുപിടിക്കേണ്ട, വേണമെങ്കിൽ പിടിക്കാമായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ജാസ്മിനോടൊക്കെ ഡയറക്റ്റ് അറ്റാക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഋഷിയോടും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അർജുനെതിരെ ഒരിക്കൽ പോലും സിബിൻ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് സിബിൻ വന്നതിന് ശേഷമുള്ള എല്ലാ ലൈവും എപ്പിസോഡുകളും കണ്ടാൽ മനസ്സിലാവും, സിബിൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നമ്പർ 1 വ്യക്തി എന്ന് പറയുന്നത് അർജുനാണ്. കാരണം ശ്രീതുവിനെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശരണ്യ, ജാൻമണി, ഗബ്രി, ഋഷി ഇവരോടൊക്കെ അർജുനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. നന്ദനയുടെ അടുത്ത് പറയുന്നുണ്ട്, അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഈ കാണുന്നതൊന്നും അല്ല അർജുൻ, അവൻ പക്കാ ഫേക്കാണ്, അവൻ്റെ ലുക്ക് കൊണ്ട് മാത്രമാണ് അവനിവിടെ നിന്ന് പോകുന്നത്, അവൻ്റെ സ്റ്റൈലിങ് കണ്ടില്ലേ, അത് മാത്രമേ അവനുള്ളൂ, എന്ത് കണ്ടിട്ടാണ് അവനിവിടെ നിൽക്കുന്നത്, ഇതൊക്കെ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ മാനിപ്പുലേറ്റഡ് ആയിട്ട് ഇവരുടെ മനസ്സിൽ ഇത് വെച്ചിട്ട് ഇവർ അർജുനെതിരെ ഗെയിം കളിക്കണം എന്നുള്ളൊരു ലക്ഷ്യം സിബിനുണ്ട്. അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് ഔട്ട് പോയി കഴിഞ്ഞാൽ ആളുകളും തെറ്റിദ്ധരിക്കും, അർജുൻ ഫേക്കാണോ എന്നൊരു തോട്ട് വരും. അങ്ങനെ അർജുനെതിരെ ഒരു നെഗറ്റിവിറ്റി പുറത്ത് ഉണ്ടാവുകയും അങ്ങനെ അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് പിൻവലിയുകയും ചെയ്യും എന്നായിരുന്നു സിബിൻ്റെ ഒരു പ്ലാൻ. പക്ഷേ ഈ പ്ലാനൊന്നും വർക്കായില്ല. കാരണം അർജുൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. ഇത്രയും ദിവസം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, അർജുൻ എന്നൊരു വ്യക്തി അവിടെ കൂൾ ആൻഡ് കാമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് അർജുനെ ഇഷ്ടപ്പെടുന്നതും. ഡെൻ ടീം മത്സരിച്ച സമയത്ത് മനഃപൂർവ്വമാണ് സിബിനും ടീമും ഡെൻ ടീമിന് പ്രൈസ് കൊടുക്കാതിരുന്നത്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് അർജുനാണ്, അർജുനും അപ്സരയും. അപ്പോൾ അർജുനോടുള്ളൊരു വ്യക്തിവൈരാഗ്യം കൊണ്ട് തന്നെയാണ് സിബിൻ ആ പ്രൈസ് കൊടുക്കാതിരുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെയാണ് ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് ചോദിച്ചിട്ടുള്ളതും. ഇതാണ് സിബിന് ഏറ്റവും വലിയ അടിയായിട്ടുള്ളത്. ജാൻമണി ഒരുപാട് ഫേക്ക് അലിഗേഷൻ അർജുനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് ഇതെല്ലാം ജാൻമണി സ്വന്തമായിട്ട് പറഞ്ഞതാണ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ശരണ്യയിലൂടെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. ശരണ്യ അത് ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നു. ശ്രീതു പക്ഷേ അതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് ആ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ലിവിംഗ് റൂമിലിരുന്ന് ശരണ്യയും ശ്രീതുവും അർജുനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജയും സിബിനും അർജുനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന മട്ടിൽ പറഞ്ഞിട്ടാണ് ശരണ്യ തുടങ്ങി വെക്കുന്നത്. അർജുൻ ഇപ്പോൾ കാണുന്ന ആളൊന്നുമല്ല, ഫേക്കാണ്. പല കാര്യങ്ങളും എനിക്കിവിടെ പറയാൻ പറ്റില്ല, അത്രത്തോളം ഫേക്കാണ്. അവൻ്റെ കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട്. പോകെ അവൻ്റെ റിയൽ ഫേസ് പുറത്തു വരുമെന്നാണ് എൻ്റെ അടുത്ത് പൂജയും സിബിനൊക്കെ പറഞ്ഞിട്ടുള്ളത്. പൂജ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ശരണ്യ ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട്, പൂജ അങ്ങനെ പറഞ്ഞോ? അതെ പറഞ്ഞു. സിബിനണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ മാനിപ്പുലേഷനൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സിബിൻ മാത്രമല്ല, പൂജ അങ്ങനെ പറയുന്നുണ്ട്, അർജുൻ അത്ര ശരിയല്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിൻ്റെ അടുത്തൊന്ന് സൂക്ഷിച്ചോളാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീതു അതൊക്കെ തല ആട്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. കുറേ അർജുനെക്കുറിച്ച് വീണ്ടും ശരണ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരണ്യയ്ക്കും വലിയ താല്പര്യമല്ല ശ്രീതു അർജുനും തമ്മിൽ അടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ അടുപ്പുണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഫ്രണ്ട്ഷിപ്പോ ലവോ ഏത് തരത്തിലായാലും ആ ഒരു കോംബോ പുറത്ത് ഹിറ്റാവും എന്ന് അവർക്കറിയാം. ഓൾറെഡി ഇപ്പോൾ ഹിറ്റാണെന്നില്ല പല ഹിൻറ്റുകളും പല ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർക്ക് നല്ല റീച്ചാവും. അവർ തന്നെ ആയിരിക്കും സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവർക്കെല്ലാം അറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും അതിനൊരു തടയിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈൽഡ് കാർഡ്സ് ആണെങ്കിലും വീട്ടിലെ മറ്റ് മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാം. സായിയുടെ വക വേറെ ഒരു സൈഡിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സായി നന്ദനയൊക്കെ.
അവർ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലെ അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കി. അവർ ഗെയിമിനെ കുറിച്ചും അതും ഇതൊക്കെയാണ് പറയുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എവിടുന്നോ ഹിൻഡ് കിട്ടിയിട്ടുണ്ട് അവർ പുറത്ത് കുറച്ച് സ്റ്റാറാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് സായി പറയുന്നത്. അതുപോലെ തന്നെയാണ് പൂജയും സിബിൻ്റെ അഭിപ്രായം. പക്ഷേ ശരണ്യയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പുറത്ത് ഇവർ ഹിറ്റാണെന്നുള്ള കാര്യം പറഞ്ഞോന്നറിയില്ല. ശ്രീധുവിൻ്റെ അടുത്ത് എന്തായാലും അത് പറയുന്നില്ല, നിങ്ങൾ പുറത്ത് ഹിറ്റാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അത് ഹൈഡ് ചെയ്തിട്ടാണ് ശരണ്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീധു ഇതൊക്കെ കേട്ടിട്ട് പിന്നെ ഒരുപാട് അർജുനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ശ്രീധു പറയുന്നുണ്ട്, അവനത്ര പാവമൊന്നുമല്ല. അത് ശ്രീധു പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശ്രീധുവിൻ്റെ അടുത്ത് ഇപ്പോൾ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ അർജുൻ സൈലൻ്റ് ആയിട്ടിരിക്കുകയുള്ളൂ, ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അത് വെച്ചിട്ട് ശ്രീധു ഒന്ന് പറഞ്ഞതാണ്, അത്ര പാവമൊന്നും അല്ല എന്നുള്ളൊരു വേർഡ്. ശ്രീധുവിന് ഇപ്പോഴും അർജുനെ ട്രസ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും ഇരിക്കാറുള്ളത്, സംസാരിക്കാറുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്സരയ്ക്കായാലും ശരണ്യയ്ക്കായാലും സിബിനായാലും പൂജയ്ക്കായാലും ആർക്കും അതങ്ങോട്ട് അത്ര ദഹിക്കുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേർക്കും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവർ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ശ്രീധുവിന് അറിയാം. ശ്രീധു പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഓരോരുത്തർ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എനിക്കറിയാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന്, എനിക്കതൊക്കെ അറിയാം, നിൻ്റെ അടുത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടാവും. എല്ലാം അറിയാമല്ലേ, എല്ലാം അറിയാം, മുറട്ട് ചെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് കോമിക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരേക്കും ഓക്കെ ബൈ, താങ്ക് യു.